നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ളൊരു ഐതിഹ്യമുണ്ട്, അയ്യപ്പനെ കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. വിഷ്ണുവിന്റെ റിസർച്ച് പ്രകാരം ആ ഒരു ഐതിഹ്യം സത്യമാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു കഥ നടന്നിരിക്കാൻ എത്ര ശതമാനം ചാൻസ് ഉണ്ട്? ചാൻസ് വളരെ തുച്ഛമാണ്. ചാൻസ് ഇല്ലെന്ന് തന്നെ പറയാം. നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന അയ്യപ്പ ചരിത്രത്തിലെ അയ്യപ്പൻ്റെ അച്ഛനും അമ്മയും ശിവനും വിഷ്ണുവാണ്. അപ്പോൾ ഈ നമ്മുടെ പാലാഴി മദന സമയത്താണ് ആര് വരുന്നത്? വിഷ്ണു മോഹിനി അവതാരം എടുക്കുന്നത്. ഓക്കെ, പാലാഴി മദനം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് മന്ദര പർവ്വതത്തിനെ കടഞ്ഞിട്ടാണ്. ഈ മന്ദര പർവ്വതത്തിനെ താങ്ങി നിർത്തുന്നത് കൂർമാവതാരമാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരം മത്സ്യം കൂർമ്മം, രണ്ടാമത്തെ അവതാരത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. പരമശിവൻ മോഹിനിയിൽ അനുരക്തനാവുകയും അങ്ങനെ മോഹിനിയുടെ തുടയിൽ നിന്നാണ് അയ്യപ്പൻ എന്ന് പറയുന്ന കുഞ്ഞ് ഉണ്ടാവുന്നതാണ് നമ്മൾ വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അയ്യപ്പ ചരിത്രം പറയുന്നത്. ഈ കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാട്ടിൽ നിന്ന് കിട്ടുന്നതാക്കാണ് പന്തള രാജാവ് ഏതാണ് വരുന്നത്? പാണ്ഡ്യ രാജാവ് അല്ലെങ്കിൽ പാണ്ഡ്യ രാജവംശത്തിന്റെ കൈവഴി ചോളന്മാരെ ഭയന്ന്, വീണ്ടും ഞാൻ ആ ചരിത്രത്തിലൂടെ പോയാണ്, ചോളന്മാരെ ഭയന്ന് കേരളത്തിലെത്തിയ പാണ്ഡ്യ രാജാവിനാണ് കിട്ടുന്നത്.